എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട്, ഡോണ്ട് വെയിറ്റ് ഫോർ യുവർ ഷിപ്പ് ടു കം ഇൻ, റോ ഔട്ട് ടു മീറ്റ് ഇറ്റ്. മലയാളത്തിൽ അതിനൊരു തർജ്ജമ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായ പ്രതലത്തിൽ അതിനൊരു എക്സ്പ്ലനേഷൻ നൽകിയാൽ അതിങ്ങനെയാണ്. അതായത്, നമുക്ക് പോകാനുള്ള ഒരു വലിയ കപ്പൽ ഒരിക്കലും കരയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുക്കിലേക്ക് വരാറില്ല. അത് ആഴക്കടലിൽ നങ്കൂരമിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. നമ്മൾ മറ്റൊരു മാർഗത്തിലൂടെ അവിടെ തുഴഞ്ഞ് എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തിയാൽ നമുക്ക് ആ കപ്പലിൽ കയറാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനും ഈ ലോകത്തിൻ്റെ വിശാലതയിലേക്ക് ഇറങ്ങുവാനും നമുക്ക് സാധിക്കും. എന്നാൽ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്നത്? അവിടെയാണ് അവസരങ്ങളുടെ പ്രസക്തി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വലിയ അവസരങ്ങളും ഒരിക്കലും നമ്മുടെ അരികിലേക്ക് വരാറില്ല. ആ അവസരങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാൻ സാധിച്ചാൽ മാത്രമേ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ആർക്കും തന്നെ അവനവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനോ വിജയിപ്പിക്കുവാനോ ഒരിക്കലും സാധ്യമല്ല എന്നതും വലിയ വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവനവൻ്റെ അവസരങ്ങളെ ജീവിതത്തിൽ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്? അതിന് കാരണം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അവനവൻ്റെ അവസരങ്ങൾക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീവിതത്തിലെ ഒരവസരങ്ങളും, ഒരു വലിയ അവസരങ്ങളും നമ്മളിലേക്ക് വരില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോവേണ്ടതാണ് എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം, വളരെ ചെറിയ ഒരു ഉദാഹരണം. ഒരു നല്ല ജോലിയിൽ, നല്ല ഒരു ശമ്പളത്തിൽ ഗൾഫിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഗൾഫിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നല്ല ജോലി നേടാനും നല്ല ശമ്പളം പറ്റാനും ഒക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഗൾഫിലുണ്ട്. എന്നാൽ ആ അവസരങ്ങൾ ഒരിക്കലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരാറില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറില്ല. പകരം എന്ത് ചെയ്യണം? ആ അവസരങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അവിടെ ഒരു മികച്ച ജോലി കിട്ടണമെങ്കിൽ നമുക്കതിന് മാത്രമുള്ള ഒരു യോഗ്യത, ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം, അല്ലേ? അതിനുള്ള അറിവ് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടാവണം. അങ്ങനെ അറിവ് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള മികച്ച കമ്പനികൾ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനും നമ്മൾ സെലക്റ്റഡ് ആവുകയും വേണമെന്നുള്ളതാണ്. അപ്പോഴാണ് ആ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ചുറ്റിലും ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പക്ഷേ ആ അവസരങ്ങൾ ഒരിക്കലും നമ്മളിലേക്ക് വരില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് പകരം അവനവൻ്റെ അവസരങ്ങളെ സ്വയം മനസ്സിലാക്കി, അതെവിടെയാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് നമ്മൾ സഞ്ചരിക്കുക, ആ അവസരങ്ങളിലേക്ക് എത്തിപ്പെടുക. അതിനുശേഷം അവനവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനും വിജയിപ്പിക്കുവാനും ഒരാൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുടെ പ്രശ്നം എന്താണ്? അവസരങ്ങളില്ലാതെ കൊണ്ടല്ല, അവസരങ്ങളെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അവനവൻ്റെ അവസരങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. തൻ്റെ നാട്ടിൽ തൻ്റെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അവസരങ്ങളെയും മാത്രം ഉപയോഗപ്പെടുത്തി ജീവിതത്തെ തട്ടിയും മുട്ടിയും ഉന്തിയും തള്ളിയും മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ഒരു സാധാരണക്കാരൻ എല്ലായ്പ്പോഴും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്നും മാറി ചിന്തിക്കുവാനോ ഈ ലോകത്തോളം വിശാലമായിട്ടുള്ള തൻ്റെ അവസരങ്ങളെ തിരിച്ചറിയാനോ അതിലേക്ക് ഇറങ്ങാനോ ഒരാൾ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള കടകളിലൊക്കെ നിങ്ങളത് കൊടുക്കുന്നു. പക്ഷേ ഈ കടകളിൽ മാത്രമല്ല, നമ്മുടെ ആ പ്രോഡക്റ്റ് ഈ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എത്തിക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. കാരണം ഈ ലോകത്തോളം വിശാലമാണ് ഓരോ മനുഷ്യൻ്റെയും അവസരങ്ങൾ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന പെയിൻറ്റിങ്സൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലും മറ്റ് പല രാജ്യങ്ങളിലും ഇവിടെ നിന്നുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അവനവൻ്റെ അവസരങ്ങളെ കുറെ കൂടി മനസ്സിലാക്കാനും ആ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ്. എന്നാൽ എല്ലാ തരത്തിലും അത് വിജയിച്ചു എന്നും പറയാനാവില്ല.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ അവസരങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഈ ലോകത്തോളം വളരാൻ പറ്റും. ഒരു സാധാരണക്കാരന്റെ പ്രശ്നം സാധാരണ രീതിയിൽ മാത്രം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ചുറ്റുവട്ടത്ത് മാത്രം തൻ്റെ അവസരങ്ങളെ കാണുന്നു, അതിനുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്നു, ഒതുങ്ങി ജീവിതം പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. അതിലപ്പുറം തൻ്റെ ആ കംഫർട്ടബിൾ സോൺ പൊട്ടിച്ചെറിഞ്ഞ് തൻ്റെ വലിയ അവസരങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു വ്യക്തി തയ്യാറാവണം. പക്ഷെ എന്തുകൊണ്ടാണ് അത് തയ്യാറാവാത്തത് എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ആ അവസരങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെ നമ്മൾ വല്ലാതെ ഭയക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ഉൾഭയം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു മിഥ്യാധാരണയെ ഒരു സാധാരണക്കാരന് പൊട്ടിച്ചെറിയാൻ കഴിയണം. ആ മനസ്സിൻ്റെ ചങ്ങലപ്പൂട്ടുകളെ നമുക്ക് പൊട്ടിച്ചെറിയാൻ കഴിയണമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യനും, അത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്കുള്ള എല്ലാ അവസരങ്ങളും ഒരേപോലെയാണ്. എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരു വ്യക്തിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും തുല്യ അവസരമാണ്, തുല്യ സമയമാണ് ഉള്ളത്. അതുപോലെ തന്നെ അവസരങ്ങൾ എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ദിവസം രൂപപ്പെട്ടു വരുന്ന ഒന്നല്ല. ഈ പ്രപഞ്ചത്തിൽ, ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട എല്ലാ അവസരങ്ങളും എക്കാലവും നിലനിൽക്കുന്നുണ്ട്. നമ്മളത് ഉപയോഗപ്പെടുത്തിയാലും ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും ആ അവസരങ്ങൾ അവിടെ തന്നെയുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള അവസരങ്ങളെ, സാധ്യതകളെ കണ്ടെത്തിയിട്ട് അതിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ അവസരങ്ങളിലേക്ക് ഇറങ്ങുകയും അതിനെ ആവോളം നുകരുകയും ചെയ്യുക എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവസരങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിഞ്ഞോടരുത്. അവസരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ കൺ തുറന്ന് നോക്കണമെന്ന് മാത്രം. താൻ പാതി ദൈവം പാതി എന്ന ഒരു പഴയ ചൊല്ലുണ്ട്. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവനവൻ്റെ പാതി അവനവൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ദൈവം ചെയ്യുമെന്ന ചിന്തയല്ല നമുക്ക് ആവശ്യം. അതിലപ്പുറം നമ്മൾ തന്നെയാണ് 100% ചെയ്യേണ്ടത്. അതായത് നമ്മൾ നമ്മുടെ അവസരങ്ങളിലേക്ക് ഇറങ്ങണം, അതിനുവേണ്ടി പണിയെടുക്കണം, കഠിനാധ്വാനം ചെയ്യണം, ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യണം. 100% നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത്, ജീവിതം മെച്ചപ്പെടുന്നത്. അതുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കാത്തിരിക്കാതിരിക്കുക. ഇങ്ങോട്ടേക്കൊരവസരങ്ങളും നമ്മളെ തേടി വരില്ല. നമുക്ക് ചുറ്റിലും 100 കണക്കിന് 1000 കണക്കിന് അവസരങ്ങളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള അവസരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തി അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുക. ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ആ അവസരങ്ങളിലേക്ക് എത്തിപ്പെടുക. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാവട്ടെ നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും. താങ്ക് യു.